തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ നടന്നിരുന്നു. ഇപ്പൊ അത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഒരു പാർട്ടിയുടെ ഏർപ്പാടാ. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാ. കാരണം എന്നാ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പെട്ടിക്കകത്താകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ ഒരു പാർട്ടിയെ പറ്റി എന്നാ പറയാനാ? ഇനി അവന്മാർ ഉണ്ടാക്കാൻ പോകുന്നതാണ് എനിക്ക് കരുതില്ല. നാറാൻ പോവാ നാട് മുഴുവൻ. ഇനിയിപ്പോൾ അടിയാ എൻ്റെ ആരാകണം, സതീശനാകണോ? പിന്നെ ഇനി അഥവാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടിയുണ്ട്. വേണുഗോപാലനാണ് കവിയുടെ മൂർത്തി നിൽക്കുക. ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. എന്ത് ഭരണവിരുദ്ധ വികാരം? ഇല്ലെന്നേ. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തില്ലേ? ആനുകൂല്യം കൊടുത്തില്ലേ? കൃഷികൾക്ക് സഹായം നൽകിയില്ലേ? മലയോര പ്രദേശത്തെ കൃഷിക്കാർക്ക് പട്ടയം കൊടുത്തില്ലേ? അറിയാവോ? ആയിരക്കണക്കിന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനം ഈ ജില്ലയിൽ മാത്രം നടന്നിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ പോലും ഉണ്ടല്ലോ ആയിരക്കണക്കിന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വോട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയമായ കാരണമോ സംഘടനാപരമായ കാരണമോ പ്രത്യയശാസ്ത്രപരമായ കാരണമോ ഒക്കെ ഉണ്ടോയെന്ന് ഞങ്ങൾ പാർട്ടി പരിശോധിക്കുന്ന പാർട്ടിയാണ്. പരിശോധിച്ചാൽ പറയാൻ പറ്റൂ. എം മണിയുടെ തലയിൽ ഇപ്പോൾ സംബന്ധിച്ചത് അങ്ങനെ ഞാനങ്ങനെ പറയുന്നത് ശരിയുമല്ല. അങ്ങനെ പറയുന്ന സമ്പ്രദായം ഞങ്ങൾക്കില്ല. തോറ്റു എന്നുള്ളത് ഞങ്ങൾ സമ്മതിച്ചു. ഓക്കെ.